52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ചാകര തേടി ആഴക്കടലിലേക്ക് പോകാനിരുന്ന ബോട്ടുകൾക്ക് നിരാശ. ഹാർബറുകളിൽ ആരവം നിലച്ചു. പ്രതികൂല കാലാവസ്ഥയും ശക്തമായ കടലുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വില്ലനായത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. നല്ല മഴ കൂടി പെയ്തതോടെ നല്ല പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ കടലിന്റെ മക്കളെ കൈവിട്ടു. രാക്ഷസ താണ്ഡവമാടുന്ന കടലും കാറ്റും വീശിയടിച്ചതോടെ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടലിൽ പോകാൻ കഴിഞ്ഞില്ല. കൂട്ടത്തോടെ പുറപ്പെടുന്ന ബോട്ടുകൾ നല്ല കൊയ്ത്തുമായിട്ടാണ് തിരികെ തീരം പിടിക്കുന്നത്. എന്നാൽ എന്തും സഹിച്ച് കടലിൽ മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടുകൾ തിരികെ തങ്കശ്ശേരി ഹാർബറുകളിൽ തിരിച്ചു കയറി. ഏതാനും ചില ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും ശനിയാഴ്ച വൈകിട്ടോടെ പുറപ്പെട്ടു. നീണ്ടകര അഴിമുഖം കടക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശക്തമായ തിരയും കാറ്റും ഈ ഭാഗങ്ങളിലാണ് കൂടുതലായി അനുഭവപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരും ലേലക്കാരും ബോട്ടുകളും വന്നെടുക്കുന്ന ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിൽ ആളനക്കമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ബോട്ടുകളിൽ കഴിയുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ബോട്ടുകൾ കടലിൽ പോകാൻ സജ്ജമായി നിന്നു. ആവശ്യം വേണ്ട ഡീസൽ, ഐസ്, ആഹാര സാധനങ്ങൾ എന്നിവയെല്ലാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ തൊഴിലാളികൾ കരുതി വെച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ മാറ്റം സകലതും തകിടം മറിച്ചു. ബോട്ടെല്ലാം കൊല്ലത്ത് കയറി കിടക്കുക. കടല് ഭയങ്കര കടല് കാറ്റ്, അതുകൊണ്ട് ബോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ആ വർഷത്തിൽ നല്ല ആദ്യമുള്ള സംഭവം ഇത്. ഹാർബർ നിരോധനം തുടങ്ങി ആദ്യമുള്ള സംഭവം ഇത്. ബോട്ട് പോകാൻ പറ്റിയില്ല. 10-15 ബോട്ട് കയറി പോയി. പണിയെടുക്കാൻ പറ്റത്തില്ല. അത് ബോട്ടെല്ലാം കൊല്ലം കയറി കിടക്കുക. അത്രയും കടലാണോ? അത്രയും കടല്, കടലും കാറ്റും. എന്നാൽ ആ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. രണ്ട് വീലസിന്റെ ബോട്ടിന്റെ വീലസൊക്കെ മേളിൽ പോയി. അങ്ങനെ പിന്നെ അവരെല്ലാം കൊല്ലം കയറി കിടക്കുക. ഇതിപ്പോ പോകാൻ പറ്റുമോ? ശക്തികുളങ്ങര, നീണ്ടകര, ബേപ്പൂർ, കൊയിലാണ്ടി, ചോമ്പാല തുടങ്ങിയവയാണ് പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ. മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും മത്സ്യക്കുഞ്ഞുങ്ങളുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്കും കടലിനടിത്തട്ടിലെ കടൽപ്പുറ്റുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സസ്യങ്ങളുടെയും ചെറുജീവജാലങ്ങളുടെയും സുഗമമായ വളർച്ചയെ ത്വരിതപ്പെടുത്തി കടൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി 1987 കേരള സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി തുടങ്ങിയത്. ഇനി തിങ്കളാഴ്ച മുതൽ ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകും. വള്ളങ്ങളും കടലിൽ പോകുന്നില്ല. ശനിയാഴ്ചയും തങ്കശ്ശേരിയിൽ ഒരു വള്ളം മുങ്ങി ഒരു തൊഴിലാളിയെ കാണാതായി. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി കടൽ പ്രക്ഷുബ്ധമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.